ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു റിന്യൂസ് ഫാമിലി ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റും അതേപോലെ തന്നെ നല്ല റിഫ്രഷ്മെൻറ്റും കിട്ടുന്ന ഒരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നല്ല പച്ച മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 150 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുരു ഒന്നും ഇല്ലാത്ത നല്ല മുന്തിരി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കുരു ഉള്ളതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരു എല്ലാം കളഞ്ഞിട്ട് വേണം കേട്ടോ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. അതേപോലെ തന്നെ നല്ല മധുരവും പുളിപ്പും ഉള്ള മുന്തിരിയാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ ഞാനിതാ മുന്തിരിയെല്ലാം നല്ലോണം ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ജ്യൂസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ ജ്യൂസ് ആകുമ്പോഴത്തേനും ഇത് കുതിർന്ന് വന്നോളും. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂണ് കസ്കസ് ഞാൻ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിന ഇലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ചേർക്കുമ്പോഴേ ജ്യൂസിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നാരങ്ങൻ്റെ പകുതി, വലുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു നാരങ്ങൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ 1 ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കാരണം മുന്തിരിയിൽ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങണതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്തത് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. മുന്തിരീൻ്റെ സ്കിന്നും അതേപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള പുതിനേൻ്റെ എല്ലാം ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുതിർത്താൻ വേണ്ടി വെച്ച കസ്കസ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ഗ്ലാസ്സിലും. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.